ബൈബിൾ സദൃശവാക്യം 7 ഒരു വേശ്യാസ്ത്രീ എങ്ങനെയാണെന്നും അവളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും പറയുന്നുണ്ട്. അവർ തെരുവുകളിലും മൂലകളിലും പതുങ്ങിയിരിക്കും. അവർ വിലയേറിയ പ്രാണനെ കൊള്ളയടിക്കാനായി അവർ ഇരുട്ടിൻ്റെ മറവുകളിലിരിക്കും. അതാണ് ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വണ്ടിക്കാർ വന്ന് വിശ്രമിക്കുന്ന, അവർക്ക് പകലാണേലും രാത്രിയിലാണേലും ഒക്കെ അവർ വന്ന് കിടക്കുന്ന ഒരിടമാണ്. അപ്പം ഇവിടെ സ്ത്രീകൾ അവർ ലൈംഗികമായ രീതിയിൽ ജോലി ചെയ്ത് കാശുണ്ടാക്കാനായിട്ട് അവരിവിടെ വരാറുണ്ട്. അവരാണ് നിൽക്കുന്ന കണ്ടോ എത്ര പേരാ നിൽക്കുന്നതെന്ന് നോക്കി. അവർക്ക് ഒരുത്തനുണ്ട് അവിടെ ഇതിൻ്റെയൊക്കെ പരിപാടിക്കായിട്ട് ഒരുത്തന് അവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. അവനാന്ന് തോന്നുന്നു, അതിൻ്റെ മാമയാണോ എന്നാന്നറിയത്തില്ല. അതുകൊണ്ട് അത്രയും സ്ത്രീകൾ അവിടെ നിൽപ്പുണ്ടെന്നുണ്ടോ. ഇത് വണ്ടിക്കാരൊക്കെ വരുന്നത്, ഇത് ഗാണ്ടൂസ് ടൈപ്പ് ഉള്ള സ്ത്രീകളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിൽക്കുന്നു. അവന്മാർ കണ്ടാൽ ചിലപ്പോൾ എന്നെ കൈയാട്ടി വിളിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെയൊക്കെ പൊതു അറിവിലേക്ക് വേണ്ടി ഇടുന്നതാണ്. നമ്മൾ സിനിമയിലൊക്കെ അല്ലേ ഇങ്ങനെയുള്ള കണ്ടിട്ടുള്ളൂ. എന്നാൽ ഹൈവേയിലൊക്കെ ഇതുപോലെയുള്ള പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ബൈക്ക് യാത്രക്കാരൻ നിൽപ്പുണ്ട്. അവനിനി ഇവരുടെ ഒക്കെ ആളാണോ എന്നെനിക്കറിയില്ല. അതാണ് കാണുന്നത്. അപ്പം ഇവർ ഒരു തൊഴിലുമാണ്. എന്നാൽ ഇവരിലൊക്കെ വന്ന് നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതാണ് ഹൈവേ ആണ്, കണ്ടോ. അവരെന്ന് കൈയടിക്കുന്ന കണ്ടോ. ഓക്കേയില്ല അരസിങ്കാരി പെണ്ണയില്ല. ഓക്കേയില്ല അരസിങ്കാരി പെണ്ണയില്ല. ഓക്കേയില്ല ഗാണ്ടൂസാ അല്ലേ? ഫ്രണ്ട്. ഓക്കെ. ഞാൻ നമ്മുടെ ഡാമിയാൻസ് യൂട്യൂബറിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഡാമീസ്, എന്നാ ഉണ്ട് രാവിലെ പരിപാടി? നടക്കാൻ പോയി. എന്നിട്ട് എന്നാ ഇന്ന് പരിപാടി തന്നെ? ടൗണിലൊന്ന് പോകണം. നമ്മുടെ പഴയ അഞ്ചുവിളക്ക്, നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന അഞ്ചുവിളക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഞാൻ ഡാമിയുടെ വീട്ടിൽ വന്നതാണ്. ഡാമിയെ ചങ്ങനാശ്ശേരിക്കാർക്കല്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഡാമിയുടെ വീടാണ്. ഡാമി രാവിലെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നത് ഈ റൂമിൽ നിന്നാണ് കേട്ടോ. ഡാമിയുടെ ഉറ്റ ഫ്രണ്ടാണ് നമ്മുടെ അച്ഛൻ, അറിയാമല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചങ്ങനാശ്ശേരി ബോട്ടിയെട്ടി ഭാഗത്തോട്ടൊന്ന് നീങ്ങുകയാണ്. ഓക്കെ. ചങ്ങനാശ്ശേരി മനക്കച്ചിറ നൂറുകണക്കിന് വള്ളങ്ങൾ വന്ന് ലോഡ് കയറ്റി പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇന്ന് കര ഏതാ നദി ഏതാണെന്നറിയത്തില്ല. NSSൻ്റെ തലസ്ഥാനമായ പെരുന്നയിൽ നിന്ന് തുടങ്ങുന്ന ഈ പുത്തൻ കനാൽ എന്നറിയപ്പെടുന്ന AC കനാൽ, ഇതിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടു. ഇത് രാഷ്ട്രീയക്കാർ വെച്ച് ഇന്ന് ലക്ഷങ്ങൾ അവരുടെ വിളഭൂമിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കനാലാണിത്. ഓരോ വർഷവും 30-40 ലക്ഷം രൂപയ്ക്ക് ഇത് പോളവാരെന്നും പറഞ്ഞ് ടെൻഡർ കൊടുക്കും.
എന്നിട്ട് അതിൻ്റെ പിന്നിൽ നടക്കുന്ന അഴിമതിയാണ് ഇന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോകുന്നത്.